എറണാകുളം കോതമംഗലത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം 24 ലഭിച്ചു. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന്. ലാൽ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാറ് എതിർദിശയിലേക്ക് മാറി വരുന്നു. അത് കുറേ ദൂരത്ത് നിന്ന് തന്നെ അങ്ങനെ ദിശ തെറ്റി വരുന്നത് കാണാം. മറ്റൊരു കാറിൽ തട്ടി ഓട്ടോയിൽ ഇടിച്ചു. ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? എന്താണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നത്? ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഈ അപകടം കോതമംഗലത്ത് നിന്ന് നേര്യമംഗലത്തിലേക്ക് പോകുന്ന പാതയിൽ അയ്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടാകുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. ഇന്നോവ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേര്യമംഗലത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരുന്ന ഇന്നോവ കാറാണിത്. ഈ കാറ് വരുന്ന വഴിയിൽ തന്നെ ട്രാക്ക് മാറി മറ്റ് ഓപ്പോസിറ്റ് ട്രാക്കിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ആദ്യം ഇടിക്കുകയായിരുന്നു. ആ കാറുകാരൻ വെട്ടിച്ച് മാറ്റിയതിന് തൊട്ട് പിന്നാലെ തന്നെ എത്തിയ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് ഈ ഓട്ടോറിക്ഷയുമായി കടയ്ക്കകത്തേക്ക് ചേർന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കാറിലുണ്ടായിരുന്നവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക്, ബസൂലിസ് ആശുപത്രിയിലേക്കാണ് നിലവിൽ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മാറ്റിയിരിക്കുന്നത്. പരിക്ക് ആ സ്ത്രീയുടേത് മാത്രമാണ്, അതായത് ഓട്ടോയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടേത് മാത്രമാണ് സാരമുള്ളത് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായ ഒരു സംഭവമായി മാറുന്നതുകൊണ്ട് തന്നെ സ്പീഡ് ബ്രേക്കർ അടക്കമുള്ള സംവിധാനങ്ങൾ അധികമായി സ്ഥാപിക്കണം എന്ന് നാട്ടുകാർ നേരത്തെ മുതൽ ആവശ്യമുന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും വിഷയത്തിൽ പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പരിശോധനയും നടത്തി. ശരി, കോതമംഗലത്താണ് വൈകുന്നേരം 4 മണിയോടെ ഈ അപകടം ഉണ്ടായത്. ദിശ തെറ്റി വന്ന കാർ മറ്റൊരു കാറിൽ തട്ടുന്നു. അതിനുശേഷം ഒരു ഓട്ടോ ഇടിച്ച് ഒരു കടയ്ക്കുള്ളിലേക്ക് കയറുന്നു. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ